നമ്മുടെ നാട്ടിൽ വിദ്യാലയങ്ങൾ തുടങ്ങിയ ചരിത്രം പരിശോധിച്ചാൽ മിഷണറിമാരുണ്ട്, വിവിധ സംഘടനകളുണ്ട്, വ്യക്തികളുണ്ട്, കുടുംബങ്ങളുണ്ട്. ഇവരെല്ലാം ഒരു പൈ ലാഭം മോഹിച്ചല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിയിരുന്നത്. നാട്ടിലെ കുട്ടികൾ പഠിക്കണം, അതിനാകാവുന്നത് ചെയ്യുന്നു. അവരുടെ കയ്യിൽ വലിയ സമ്പത്തൊന്നുമില്ല. ഇന്ന് കാണുന്ന ചില ആൾക്കാരുടെ കയ്യിലുള്ള മഹാസമ്പത്തുണ്ടല്ലോ, ആ മഹാസമ്പത്തൊന്നും അവരുടെ കയ്യിലില്ല. കുറച്ചൊരു അന്നത്തെ സമൂഹത്തിലെ കുറച്ച് കാശുള്ളവരാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവരെ നല്ല മനസ്സിൻ്റെ ഭാഗമായി ഒരു വിദ്യാലയം തുടങ്ങുന്നു. അങ്ങനെ തുടങ്ങിയ വിദ്യാലയങ്ങളാണ് ആദ്യകാലത്ത് പലയിടത്തും കാണാൻ കഴിയുക. അതിന് സ്തുത്യർഹമായ തുടക്കം മിഷണറിമാർ നടത്തിയിട്ടുണ്ട് എന്നതും നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനെ പിന്തുടർന്നുകൊണ്ടാണ് മറ്റിടപെടലുകൾ വന്നത്. എന്നാൽ നേരത്തെ കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നതിന് മുൻപ് മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് മദ്രാസ് സംസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്നു. പി ടി ഭാസ്കര പണിക്കരുടെ നേതൃത്വത്തിലുള്ള ഡിസ്ട്രിക്ട് ബോർഡ്, അവരാണ് ഇവിടെ കൂടുതൽ വിദ്യാലയങ്ങൾ ആരംഭിക്കുന്ന നില സ്വീകരിച്ചത് ആദ്യഘട്ടത്തിൽ. ഇന്ന് കാണുന്ന വലിയ എണ്ണവുമായി താരതമ്യപ്പെടുത്തിയാൽ അത് ചെറുതാണ്. എങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന വളരെ കുറഞ്ഞ സ്ഥാനത്ത് കുറേ കൂടി സ്കൂളുകൾ ആരംഭിക്കുന്ന നില ആ ഡിസ്ട്രിക്ട് ബോർഡ് സ്വീകരിച്ചു. വലിയ ഫലപ്രദമായി ഇടപെട്ട ഒരു ജില്ലാ ഭരണ സംവിധാനമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് EMSൻ്റെ ഗവൺമെൻറ് വരുന്നത്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയാകെ പരിഷ്കരിക്കുന്ന നിലപാടിലേക്ക് മുണ്ടശ്ശേരിയുടെ നേതൃത്വത്തിൽ ബില്ല് കൊണ്ടുവന്നതും മറ്റും നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഘട്ടത്തിലൊന്നും ആരുടെയും മനസ്സിൽ വല്ലാത്ത ലാഭേച്ഛയില്ല. എന്നാൽ കാലം മുന്നേറിയപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ മനോഭാവത്തിൽ മാറ്റം വന്നു. അത് വിദ്യാഭ്യാസ മേഖല ഒരു നല്ല ലാഭം കൊയ്യാൻ പറ്റുന്ന മേഖലയാണ് എന്ന് കണ്ടെത്തുന്ന സ്ഥിതിയുണ്ടായി. അതിൻ്റെ ഭാഗമായി ലാഭം കൊയ്യാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കേരളത്തിൽ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേരത്തെ ഒരു തരത്തിലുള്ള സാമ്പത്തിക രാജ്യത്തിൻ്റെ ഭാഗമായ അനാശാസ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരുന്നില്ല. ഏകദേശം എല്ലാ മാനേജ്മെൻറ്റുകളും. എന്നാൽ പിന്നീട് അതിൽ മാറ്റം വന്നു. ആ മാറ്റം നമ്മുടെ സമൂഹത്തെ വല്ലാതെ പ്രതികൂലമായി ബാധിക്കും രീതിയിൽ വളർന്നു വരുന്ന സ്ഥിതിയുണ്ടായി. അതിന് അരുനിൽക്കുന്ന, അതിന് പിന്തുണ നൽകുന്ന നിലപാട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അങ്ങനെയാണ് അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നത്. ആ അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് വലിയ പ്രോത്സാഹനം നൽകി. അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുമ്പോൾ തന്നെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ അവഗണന നേരിടേണ്ടി വന്നു. അതിന് നൽകുന്ന പിന്തുണ ഇല്ലാതായി.
അതെവിടെ എത്തിച്ചു? നമ്മുടെ സ്കൂളുകളുടെ അത്യന്തം ശോചനീയമായ അവസ്ഥ. 4000-ഓളം സ്കൂളുകളാണ് ഒറ്റയടിക്ക് അനാദായകരം എന്ന് പറഞ്ഞ് അടച്ചുപൂട്ടാനുള്ള തയ്യാറെടുപ്പ് സംസ്ഥാനത്ത് അധികാരത്തിലുള്ള ഗവൺമെൻറ് നടത്തിയിരുന്നത്. ചില സ്കൂളുകൾ അടഞ്ഞുപോയി. അടഞ്ഞുപോയില്ലെങ്കിലും കുട്ടികൾ വല്ലാതെ കൊഴിഞ്ഞുപോയി. ഒരു കണക്കിൽ പറഞ്ഞത് ഈ തരത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിലുള്ള 5 ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞുപോയി എന്നാണ്. അപ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്ന എല്ലാവരും വല്ലാതെ വേദനിച്ച അവസ്ഥ. ഇനി ഇത് പരിഹരിച്ചെടുക്കാൻ കഴിയില്ല, ഇങ്ങനെയായിപ്പോയി. അപ്പോഴേക്കും രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലാതായി കഴിഞ്ഞു. ചിലയിടങ്ങളിൽ പോയാൽ പണ്ട് ഇവിടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന അവസ്ഥയാണ്. ആ നിലയിലേക്ക് കാര്യങ്ങളെത്തി. അവിടത്തേക്ക് മെല്ലെ മെല്ലെ നമ്മുടെ നാട് നീങ്ങുകയായിരുന്നു. എല്ലാവരും വിദ്യാഭ്യാസ രംഗത്തുള്ള അധ്യാപകർ മാത്രമല്ല, പൊതുവിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്ന എല്ലാവരും വല്ലാതെ മനോവേദന അനുഭവിച്ച അവസ്ഥ. ആ ഘട്ടത്തിലാണ് 2016 LDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. ആ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ തന്നെ LDF കൃത്യമായി നാടിനോട് പറഞ്ഞു, ജനങ്ങളോട് പറഞ്ഞു, പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കും. LDFനെ ജനങ്ങൾ അധികാരത്തിലേറ്റിയപ്പോൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ LDF പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള നടപടികൾ LDF സർക്കാർ ആരംഭിച്ചു.